ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി 7:30 ആയി കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറഞ്ഞത് സാധനം, കോഫി പുഡിങ്. അത് കുറേ പറഞ്ഞു പുഡിങ് ഒന്നും സത്യം പറയാലോ ഞാൻ ഉണ്ടാക്കി പൂജട്ടി ഉണ്ടാക്കി പാടിയിട്ടുണ്ട്. ഞാനതിന് മെനക്കെടാറുണ്ട്. ഒന്നായിട്ടുണ്ടോ? ആണോ? ഞാൻ കഴിച്ചിട്ടല്ലേ, എനിക്ക് ഓർമ്മയില്ല. ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ രണ്ടാളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അന്നൊരു ദിവസം ഉണ്ടാക്കില്ല പാൽപ്പൊടിയായിട്ട്, ചിലത് അടിപൊളിയാവാറുണ്ട്. അല്ല അമ്മ ഉണ്ടാക്കിയത് അത് റെഡി ആയില്ലേ? പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കുമ്പോ മടി, ഇത് കുറച്ച് നേരത്തെ പണിയുള്ള പറഞ്ഞ കാര്യം ചിലപ്പോ നീ അത് പാടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. അപ്പൊ എന്തായാലും കോഫി പുഡിങ് ഉണ്ടാക്കി വെക്കാം. വൈകുന്നേരത്തെ ഒരു കുഞ്ഞൊരു ഏതായാലും വെറുതെ ഇരിക്കുക. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കള്ളനും പോലീസോ ലൂഡോ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കാവും. ഇനിയിപ്പോൾ ഏതായാലും 3-4 ദിവസമല്ലേ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ കൊളാവോ എന്തൊന്നും അറിയില്ല. ഞാൻ ഇത് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇത് യൂട്യൂബിൽ കണ്ടിട്ടുള്ള റെസിപ്പി ആട്ടോ, നമ്മുടെ റെസിപ്പി അല്ല. അതാദ്യം പറയുന്നു. അത് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു പാലും പിന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ബ്രൂ കോഫിയുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് വേണ്ടത്. 3 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുക്കാന്ന് വിചാരിക്കണം. പിന്നെ പഞ്ചസാര ഒരു ഇത്തിരിയേ ഉള്ളൂ, 2 ടീസ്പൂൺ അല്ല 1. പിന്നെ പാകത്തിന് പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ ഒക്കെയാണ് പറഞ്ഞത്. ഇനി പാൽ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് വയ്ക്കട്ടെ കേട്ടോ. കണ്ട് സെറ്റാക്കിയാൽ പെട്ടെന്ന് റെഡിയാക്കാം. ഇത് ധൃതി ഉണ്ടാക്കാൻ അരമണിക്കൂറല്ലേ? അത് ഫ്രീസറിൽ നമുക്ക് ധൃതിയില്ലല്ലോ. ഫ്രീസറിൽ വെക്കണോ? ടൈം വെച്ചോക്കാം. അത് കളഞ്ഞ പിന്നെ ഇനി 3 ടേബിൾ സ്പൂണ് എന്താ ഇത് കോൺഫ്ലവർ ആണേ. ഇത് ഞാൻ അളന്നെടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് 3 സ്പൂൺ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പാൽ ഇതിനകത്തെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കട്ടെ. അപ്പോൾ ഇതായിട്ടോ. ഇനി നമുക്ക് ബാക്കി പാൽ ഇതിൽ കാച്ചാൻ വയ്ക്കാം. കത്തിക്കട്ടെ സ്റ്റവ്. ചട്ടി വെച്ച് ഇത് പാത്രം വെച്ചിട്ട് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 1/2 ലിറ്റർ പാല് കുറച്ച് ഇതിൽ കലക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ബാക്കി ഇതിലേക്ക് ഒഴിച്ചേറ്റും ചെയ്തു. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കിയാൽ മതി. അയ്യോ, അപ്പോൾ പാല് തിളച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ ഇടണേ. 1 6 കേട്ടോ, 2 3 4 5 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വക ഞാനൊരു എക്സ്ട്രാ ഒരു 1/2 കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരം വേണം കേട്ടോ. മധുരം വേണം കേട്ടോ ഇവിടെ. ഓക്കെ, ഇതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആക്കി കൊടുക്കാം. എന്നാലും പണ്ട് കുറെ മുന്നേ അമ്മയും പൂജയും കൂടെ ഒരു കേക്ക് ഉണ്ടാക്കി. കൊറോണ ടൈമില് സമയത്ത് ഞാനന്ന് വർക്ക് ചെയ്യാൻ പോകണ്ടേ തോന്നുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിത് കറക്റ്റ് കൊറോണയുടെ പോലെ പോലെയൊക്കെയുള്ളൊരു കേക്ക് അമ്മയ്ക്ക് ഈ പറഞ്ഞ പരിപാടിയൊക്കെ കളിച്ചിട്ട് അമ്മയും ഇവളും കൂടെ ഉണ്ടാക്കിയിട്ട് മുട്ട ചോദിച്ചിട്ട് അന്ന് എത്ര മുട്ടയൊക്കെ എടുത്തത്. അന്ന് മുട്ട കൈകൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടൊക്കെ വിപ്പിംഗ് ക്രീം ആക്കി ഫ്ലോപ്പായി. ഞാൻ പിന്നെ പക്ഷെ ശരിയാവില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. തിള വന്നിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഞാനത് 3 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറേയൊന്നും പറഞ്ഞോടാ. ഒരെണ്ണെടുത്തു. അതേപോലെ ഇപ്പൊ എടുത്തും ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു കലത്തപ്പത്തിന്റെ മാതിരി. അത് കണ്ണനുണ്ട് അതിന്റെ ഒപ്പം. കണ്ണല്ലേ ഫ്ലോപ്പായ അങ്ങോട്ട് മുങ്ങും. ഒരു മിനിറ്റ് 2 പാക്കറ്റ് മതിയാവട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കായ്പച്ചോ ഉണ്ടാകുമായിരിക്കും അല്ലേ? 3 വേണ്ട, ഓവറായിട്ട് അതിന്റെ ടേസ്റ്റ് രസം. ഇതൊരു പാക്കറ്റും കൂടെ നട്ടു. പിന്നെ മേലെ കൂടെ ഇല്ലേ, അങ്ങനൊന്നും ചെയ്യില്ലേ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുക.
ഒഴിച്ചു കൊടുക്കണേ. ഫ്ലോർ കലക്കിയതാണേ, ഇതൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം കലക്കി കട്ടല്ലാണ്ട് ആക്കി വെച്ചതാണ്. ഇനി ഇത് പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തും. ഇനി ഇത് കൈയാണ്ട് ഇളക്കണം കേട്ടോ. ഇനി ഇത് കുറുകി വരുന്ന വരെ കൈ എടുക്കരുത്. അങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ആക്കുക. ഒന്ന് കുറുകി കട്ടയാവണ വരെ. ലോയിലിട്ട് കൊടുത്താൽ മതി, ഒരു മീഡിയത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ചിട്ട്. ഇങ്ങനത്തെ പാത്രമൊക്കെ ആകുമ്പോൾ ടെൻഷൻ ആവാനില്ല. മറ്റുള്ളതിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിച്ച് ചോയ വരും. അപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ പാകമായിട്ടാണ്, കുറുകി വന്നു. ഇത്രയേ ഉള്ളൂ. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ചൂടാറട്ടെ, അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ പാത്രത്തിലേക്കാണ് ഒഴിച്ച് മാറ്റിയിരിക്കുന്നത്. കുറച്ച് ചൂടോട് കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നിറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അത് റെഡിയായി. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ചൂടാറട്ടെ കേട്ടോ കണ്ണാ. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അത്രേ നമുക്ക് 2 മണിക്കൂർ വെക്കാൻ ഉള്ള ക്ഷമയില്ല. അപ്പോൾ ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ കറക്റ്റ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വെക്കാം. ഓക്കെ, ഒരെണ്ണോടെ വെക്കേണ്ട. ഇനി കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനും പൂജുട്ടിയും കണ്ണനും കൂടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കള്ളനും പോലീസ് ആകുമ്പോൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. ഞങ്ങളൊന്നുമില്ലെങ്കിൽ കള്ളനും പോലീസ്, അല്ലെങ്കിൽ ലുഡോ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാണ് കേട്ടോ ഇരുന്ന് കളിക്കാറ്. അപ്പോൾ ഇന്ന് കോഴിത്തല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അപ്പോൾ പൂജുട്ടിയും കണ്ണനും പറഞ്ഞു, കണ്ണൻകുട്ടിയും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ അതിൽ പൊട്ടി പാളീസായത്. ഇവരെന്താളും പിന്നെ കണ്ണൻകുട്ടിയാണെക്കാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. കള്ളനും പോലീസും കളീനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമായി. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൊത്തുങ്കല്ലാടുക, അല്ലെങ്കിൽ 100 ഇത് 2 കടം പെരുകും എന്നൊക്കെ പറയും. നമുക്ക് എങ്ങനെ പോയാലും കടം അപ്പോൾ അത് കളിച്ചില്ല വെച്ചിട്ട് കടമില്ലാണ്ടിരിക്കൊന്നുമില്ല. നമ്മൾ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ചു. പൊട്ടി പാളീസായപ്പോൾ പിന്നെ അത് നിർത്തി 1/2 മണിക്കൂർ ആയപ്പോഴേക്കും നമുക്ക് പുഡിങ് റെഡിയായി സെറ്റ് ചെയ്തു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊട്ടി നോക്കണം എന്താ പാടെന്നറിയില്ല. റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. ഞങ്ങൾ 1/2 മണിക്കൂർ ഒരു കോഴിത്തല എന്ന് പറയുന്ന സംഭവമൊക്കെ കളിച്ചു. കള്ളനും പോലീസും 3 പേര് കളിച്ചിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നീ അത് കൊട്ടി നോക്കട്ടെ കേട്ടോ. റെഡി ആവുമെന്ന്. അടുത്ത ഫോണ് നോക്കട്ടെ കേട്ടോ. ഇതാട്ടോ, ഞാനത് ഒതുക്കി കൊട്ടട്ടെ. ഇതിൽ എന്തോ കറണ്ടുണ്ടോ. ഇനി ഇത് ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കട്ടെ. സെറ്റ് ആയണോ ആണ് കൺഫ്യൂഷൻ. ഇങ്ങനെ തന്നെയാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ഗൈസ്. നല്ല കോഫി പൗഡറിന്റെ സ്മെല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെ പുടുപുടുന്നതിന് ഇങ്ങനെ ഇളകണൊക്കെ ഉണ്ട് സംഭവം. ഞാൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ജെല്ലി പോലെയൊക്കെ ആ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ ഉണ്ട്. ഇനി ടേസ്റ്റ് നോക്കാം. പോസിറ്റീവാ ആദ്യം അടിപൊളിയാട്ടോ. കോഫി നല്ലത് അടിപൊളിയാ. നോക്കൂ, കണ്ടോ ഇങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ. എന്നാ ഭയങ്കര അല്ല ഈ തണുപ്പാ ഭാഗമല്ലേ മാം. എനിക്ക് കുറച്ചും കൂടി തണുപ്പാ. അത് ടേസ്റ്റ് ഉണ്ട്. പൂബ്ലാന്ന് ഞാനിത് ഉറപ്പാ കയ്യിൽ നിന്ന് എനിക്ക് അറിയില്ല. അത് ഉണ്ടാക്കിയാൽ ഇവർക്ക് ഇങ്ങനത്തെ സാധനം നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ പോലെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇതിനോട് വലിയ ക്രൈസ് ഒന്നും ഇല്ലെങ്കിൽ ഡയറി മിൽക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനത്തെ സാധനമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് ശരിയാവോ ഇല്ലെന്ന് അറിയാത്തോണ്ടാട്ടോ ഉണ്ടാക്കിയാല്. കോഫിയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമിനെ വരും. ഇനി വേറൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് നോക്കട്ടെ കേട്ടോ. സൺഡേയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇതിന് തന്നെയാണ് പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട്. അതൊന്ന് ട്രൈ ചെയ്തോ. ശരിയായിട്ടുണ്ടെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളിന്ന് നേരത്തെ കാലത്തെ
ഫുഡ് ഒരു വിളക്കുകുളത്തിൽ കഴിഞ്ഞിട്ട് 7 മണിക്ക് ഫുഡ് ഞാനും കണ്ണൻകുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്നപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഫുഡില്ല, പൂജിട്ട് കഴിച്ചാൽ മതി. ഫുഡില്ല എന്നല്ല, ഫുഡ് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യമാണെങ്കിലും നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ. പൊട്ടക്കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നത് ശരിയല്ല, കറക്റ്റ് അല്ലാത്തതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.